ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു സോഫ്റ്റ് ആൻഡ് ലെയേർഡ് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളി പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 4 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2.25 കപ്പ് വെള്ളമാണ്. ആകെ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. 2.25 കപ്പ് വെള്ളത്തിൽ ഞാൻ 1/4 കപ്പ് വെള്ളം ജസ്റ്റ് ഇനി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. 1/4 കപ്പ് മുഴുവൻ ആവശ്യം വന്നില്ല കേട്ടോ. ഞാൻ പിന്നെ പാലൊഴിച്ചിട്ടും കോഴിമുട്ട ഉപയോഗിച്ചിട്ടൊക്കെ ഞാൻ പൊറോട്ട ഉണ്ടാക്കി നോക്കി, ഒന്നും ശരിയായില്ല. അറ്റ് ലാസ്റ്റ് എനിക്ക് നല്ലൊരു റെസിപ്പി കിട്ടി. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉപ്പും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു കൂടുതലാവാൻ പാടില്ല വെള്ളം. അതാണ് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ച് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഞാൻ പറഞ്ഞില്ലേ, 1/4 കപ്പ് എനിക്ക് മുഴുവനായിട്ട് ആവശ്യം വന്നില്ല. കുറച്ച് അതിൽ നിന്ന് ഒഴിച്ചപ്പോഴേക്കിനും നമ്മൾക്ക് മാവ് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ വന്ന് അങ്ങനെ നന്നായിട്ട് നമുക്ക് കുഴച്ച് നല്ല സോഫ്റ്റ് കയ്യിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പുമ്മ ഇട്ടിട്ട് തന്നെ ഞാനൊരു 10 to 15 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്ത്. അപ്പോൾ നമുക്ക് നല്ല മാവ് നന്നായി സോഫ്റ്റായിട്ട് കിട്ടി. അപ്പോൾ കൗണ്ടർ ടോപ്പുമ്മക്ക് ഇട്ടിട്ട് നമ്മൾ എങ്ങനെ കുഴക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കുഴച്ചെടുക്കുക. നമ്മൾ മാവ് ഇങ്ങനെ വലിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പം നല്ലോണം കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ഡൗ ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ കയ്യിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മാവ് ഒരു 5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. അതിലേക്ക് ഈ ഡൗ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തടവിയിട്ട് ഒരു ചെറിയ നനവുള്ള ഒരു തുണി കൊണ്ട് മൂടി വെക്കുക കേട്ടോ. മൂടി വെക്കേണ്ടത് ഒരു 4-5 മണിക്കൂറോളം മൂടി വെക്കുക. അതിൽ കുറയോ കൂടെ ചെയ്യരുത്. ഇപ്പോൾ കണ്ടോ, ഒരു 5 മണിക്കൂറിന് ശേഷം മാവ് എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു ബട്ടർ മിക്സ്ചറാണ് കേട്ടോ. ബട്ടർ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരല്പം ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ആ വലിയ ഡൗ ഇല്ലേ, അത് ചെറിയ ബോൾസ് ആക്കി എടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ആ ബോൾസും നമ്മൾ കുറച്ച് നേരം എന്ന് വെച്ചാൽ ആ ബോൾസും 1 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എൻ്റെ പൊറോട്ട കുറച്ച് ചെറുതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ബോൾസ് ആക്കി എടുത്തപ്പോൾ എനിക്കൊരു 10 ബോൾസ് എങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബട്ടർ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെറിയ നനവുള്ള തുണി കൊണ്ട് മൂടിക്കൊടുക്കുക. നമ്മുടെ മാവ് തീരെ ഉണങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ബോൾസ് എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോവാം. ഇനി ഓരോ ബോൾസ് എടുത്ത് നമ്മളെ ചപ്പാത്തി റോളറില്ലേ, അതുകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി നല്ല തിന്നാക്കി കൊണ്ടുവരാം. അങ്ങനെ നന്നായി പരത്തി നല്ല തിന്നാക്കി പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ വീശാൻ വലിയ എക്സ്പേർട്ടല്ല, അതാണ് ഞാൻ ചപ്പാത്തി കുഴൽ ഉപയോഗിച്ചത്. ഇനി അതിൻ്റെ മുകളിൽ ഒരല്പം നെയ്യല്ല മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ കത്തി കൊണ്ട് ചെറുതാക്കി ഒന്ന് വരിഞ്ഞു കൊടുക്കുക കേട്ടോ.
ചെറുതാക്കി വരിഞ്ഞ ശേഷം 2 സൈഡിൽ നിന്നും നമുക്ക് ഈ ഒരു മാവ് കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് നല്ല നീളത്തിലൊരു സ്ട്രിപ്പ് പോലായി കിട്ടും. അപ്പോൾ 2 സൈഡിൽ നിന്നും ഒരുപോലെ നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഈ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ സ്ട്രിപ്സുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ട് ഒരു പൂ രൂപത്തിലേക്ക് നമുക്ക് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് അവസാനത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് അടിയിലേക്ക് നല്ലോണം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ബോൾസൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. ഞാൻ വീശാൻ വലിയ എക്സ്പേർട്ടൊന്നുമില്ല, എന്നാലും ഞാനൊരു ബോള് വീശാൻ ശ്രമിച്ച് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടാ. കുറച്ച് നന്നായിട്ട് തന്നെ എനിക്ക് സ്പ്രെഡായി നല്ലോണം തിന്നായിട്ട് തന്നെ കിട്ടി. അതും ഇതുപോലെ ബോളാക്കി അതായത് പൂ രൂപത്തിലേക്ക് ചുറ്റി വെച്ച് ഒരു 20 മിനിറ്റോളം വെച്ചിട്ടാണ് സെയിം നമ്മളാ ബട്ടർ മിക്സ് അതിൻ്റെ മുകളിൽ തടവിയിട്ട്. അതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ 2 തവ ചൂടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ പൊറോട്ട അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 എണ്ണെങ്കിലും ഇട്ടിട്ട് അടിക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 തവ ചൂടാക്കി. നന്നായി ചൂടായ ശേഷം നമ്മൾ ഓരോ പൊറോട്ടയും പരത്തി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കളറൊന്ന് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ബട്ടർ മിക്സ് അതിൻ്റെ മുകളിൽ തടവി കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും പതുക്കെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എനിക്ക് നല്ല പെർഫെക്റ്റ് ആൻഡ് സോഫ്റ്റ് ലെയേർഡ് പൊറോട്ട കിട്ടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ള പൊറോട്ട ഒക്കെ ഞാൻ ചുട്ട് ഇനി നമുക്ക് ഈ 4 പൊറോട്ട വെച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം. അടിച്ചപ്പോൾ കുറച്ചും കൂടി നന്നായി സോഫ്റ്റായി കിട്ടി. നല്ല ലെയേർഡ് പൊറോട്ട കിട്ടിയിട്ടാ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കീപ് വാച്ചിങ്. താങ്ക് യു.